ഇവിടെ മൊത്തം കയറി തീ പിടിച്ച്. പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൈയിടാൻ നേരം ഇങ്ങനെ പുക വരുന്നുണ്ടായിരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെടുവത്തൂർ പഞ്ചായത്തിലെ അന്നൂർ വാർഡിൽ കോളറുകോണത്ത് മലയിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് തീ പടർന്നു തുടങ്ങിയത്. മലനട ക്ഷേത്രത്തിന്റെ അടുത്ത് സ്വകാര്യ വ്യക്തിയുടെ പാറമലയിലാണ് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായത്. തീ പടർന്നു തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഇക്കാര്യം വാർഡ് മെമ്പറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാർഡ് മെമ്പർ ശരത് തങ്കപ്പൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. മലയുടെ മുകൾ ഭാഗത്ത് തീ പടർന്നു പിടിക്കുന്നത് നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വാഹനം കയറി ചെല്ലാൻ വഴിയില്ലാത്തതിനാൽ തന്നെ തീയണയ്ക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രയാസം നേരിടുകയാണ്. ഈ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. നിലവിലെ കാലാവസ്ഥ കാട്ടുതീ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യമായതിനാൽ കാട്ടുതീ പടർന്നു പിടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മൾ കൊട്ടാരക്കര നിലയത്തിൽ നിന്നും വന്നതാണ്. അപ്പോൾ നമ്മുടെ വാഹനം ഈ മലയുടെ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് അണയ്ക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം നമ്മുടെ ജീവനക്കാർ 5 പേരോളം ഫയർ ബീറ്റർ ഉപയോഗിച്ച് തീ അടിച്ചു കെടുത്തുകയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ മലയുടെ മുകളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്ത് തീ അണയ്ക്കുകയും തുടർന്നുള്ള ഭാഗത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തീ അടിച്ചു കെടുത്തുന്നതിനായിട്ടേ. പഞ്ചായത്തിലെ അന്നൂർ പരന്നമറിലെ മെമ്പറാണ്. അപ്പം ഇത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. കടയ്ക്കോടുള്ളൊരു കക്ഷി കണ്ടാണ് ഇത് മേടിച്ചേക്കുന്നത്. അപ്പം പുള്ളി അത് പാറമടയ്ക്കാൻ കണ്ട് വേണ്ടി ചെയ്ത് അന്ന് മേടിച്ചിട്ടത് കണ്ടാണ്. പിന്നെ അത് സ്റ്റേ ആയി. അതുകൊണ്ട് പിന്നെ അത് ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെന്ന് പറഞ്ഞാൽ പന്നിശല്യം, കൃഷി ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. വന്ന് ഇപ്പം ഈ തൊട്ട് താഴെ കാണുന്നത് കണ്ടമാണ്. പക്ഷേ ആ കണ്ടത്തിലെങ്ങും ആൾക്കാർക്ക് കൃഷി ചെയ്യുന്നതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടുന്ന് വരുന്ന പന്നികളുടെ ശല്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് ഇതാ. പിന്നെ ഈ തീ കത്തിയത് അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വർഷാവർഷം ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ ഇതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതൊരു ഏകദേശം ഒരു 2 മണിയോടുകൂടി എന്നെ ഇവിടെ ഉള്ളൊരു അപ്പുറം ആ കരയിലുള്ള ഒരു പക്ഷിയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അതുപോലെ മേളി തീ പിടിക്കുന്നുണ്ട്, ഫയർഫോഴ്സുകാരെ വിളിച്ചു പറയണത്. അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കുമ്പം ആ സൈഡിൽ ആദ്യം കത്തി, നമ്മുടെ ആ മരമൊക്കെ നിൽക്കുന്ന സൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറി, അവിടെ നിന്ന് ആ അമ്പലത്തിലെ മൈക്ക് സെറ്റുകാർ പിള്ളേർ വന്ന് അവരും ഞാനിവിടെ കയറി അവിടെ അണച്ച് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ മൊത്തം കയറി തീ പിടിച്ച്. പിന്നെ ഫയർഫോഴ്സുകാർ വന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആദ്യമായിട്ടൊന്നുമല്ല, ഇവിടെ വർഷങ്ങളായിട്ട് കത്തുന്നതാണ്. എല്ലാ വർഷവും ഇതുപോലെ ഈ സമയമൊക്കെ ആകുമ്പോൾ കത്തും. പക്ഷേ ഇത് പകലായി എന്നുള്ളതേ ഉള്ളൂ. മറ്റേതെല്ലാം രാത്രിയിലാണ് കത്തുന്നത് എന്നുള്ളതാണ് കാരണം. ഇത് കാട്ടുതീയാണെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല, സംഭവം നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ പാറയൊക്കെ നല്ല രീതിയിൽ ചൂട് പിടിച്ച് കിടക്കുമല്ലേ, കാരണം അങ്ങനെ കത്തിയതായിരിക്കാനാണ് ചാൻസ്. പരിസരം തൊട്ട് താഴെ 2 വീടുണ്ട്. പിന്നെ ഈ കയറി വരുന്ന വഴിക്ക് ഉള്ള വീടുകളേ ഉള്ളൂ, അല്ലാതെ വേറെ വീടുകളൊന്നുമില്ല. പിന്നെ അങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടവും കാടും. പിന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് മൊത്തവും പന്നിയാണ്, മുള്ളം പന്നിയും അല്ലാതെ കാട്ടുപന്നിയാണ് ഇതിനകത്ത്. രാത്രിയായി കഴിഞ്ഞാൽ ഇതിനകത്ത് കാട്ടുപന്നികളെല്ലാം ഇറങ്ങി ഈ കൃഷിയിടങ്ങൾ മൊത്തം നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. താഴെ കൃഷിത്തോട്ടമാണ്, ഇവിടെ നിന്നെല്ലാം പന്നികൾ ഇറങ്ങി പോകുന്നത്. പക്ഷേ ഇപ്പം ഈ തീ പിടിച്ചതിന് ശേഷം പന്നിയെ കണ്ടിട്ടുമില്ല, എടുത്തിട്ടുമില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് കണ്ടറിയണം. സ്വകാര്യ ഒരു വ്യക്തി മേടിച്ചതായത്, പാറ പൊട്ടിക്കുന്നതിനെ കൊണ്ട് മേടിച്ചതാണ്. അതൊന്ന് പിന്നെ അത് സ്റ്റേ ആയി അങ്ങനെ കിടക്കുകയാണ്. പിന്നെ പുള്ളി തിരിഞ്ഞ് നോക്കിയിട്ടില്ല, തൊട്ട് താഴെ കുളമൊക്കെ ഉണ്ട്, പാറക്കുളമൊക്കെ കിടപ്പുണ്ട്. അതും അതിനകത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് കളയുന്ന പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. രാത്രി എനിക്ക് തോന്നുന്നു ഈ കയറി വരുന്ന വഴിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ മറ്റേ മദ്യക്കുപ്പിയും മറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇനി ഇനി ആരെങ്കിലും പോയ വഴിക്ക് കാണാൻ ബീഡി കുറ്റി എടുത്തിടുകയോ അങ്ങനെ ചെയ്തിട്ട് പോയതൊന്നും അറിയത്തില്ല എന്തുവാന്നുള്ളത്. ഫയർഫോഴ്സ് കയറി വരത്തില്ല, വണ്ടി കയറി വരാൻ പറ്റത്തില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ വണ്ടി കയറി വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഫയർഫോഴ്സുകാർ കയറി വരുന്നതിന് വേണ്ടി അവരുടെ ആ പൂട്ട് തുറന്നാണ് അവരെ അകത്തോട്ട് കയറിയത്. അല്ലാതെ അവർക്ക് മേളിൽ കയറാനും പറ്റത്തില്ല. പകലും കയറാൻ പറ്റത്തില്ല. ഇനി രാത്രിയിലായിരുന്നെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. പകലായതുകൊണ്ട് ഇത്രയെങ്കിലും അണച്ച്, രാത്രിയിലാണെങ്കിൽ ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു. എല്ലാ കൊല്ലവും രാത്രിയിലാണ് ഞങ്ങളെല്ലാം കൂടെ വന്ന് അണയ്ക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ആദ്യം വിചാരിച്ച് ചെറുതായിട്ട്, പിന്നെ നല്ലൊരു ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇവിടെ എല്ലാം നന്നായിട്ട് കത്തുന്നത്. പിന്നെ മെമ്പറൊക്കെ വന്നപ്പോഴത്തേന് എല്ലാവരോട് ചേർന്ന് ഫയർഫോഴ്സൊക്കെ വന്നപ്പോഴത്തേനും അങ്ങ് അണച്ചു. എന്നാലും കത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് വനിത ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്, അവിടെ നമുക്കൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചാൽ കണ്ടത് പുക വരുന്നത്. 2-3 വർഷം കൊണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഞാനും കണ്ടിട്ടില്ല, ഇന്നാണ് നേരിട്ട് കാണും. ഞാൻ ഇതുവഴി പോയപ്പോൾ തീ കണ്ടുകൊണ്ട് ഞാൻ കയറി വന്നതാണ് ഇങ്ങോട്ട്. അവിടെ അമ്പലപ്പുറത്താണ്.
ചേട്ടൻ വരുന്ന വഴിക്കാണ് വരുന്ന വഴിക്കുണ്ട് അങ്ങനെ കയറി ഇങ്ങോട്ട് വന്നത്. അതങ്ങനെ വന്നത്.